ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 20 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. PSC ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആകാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. 2023 അന്തരിച്ച വളർമതി എന്ന വ്യക്തി ഏത് നിലയിലാണ് പ്രശസ്തി നേടിയത്? 2023 അന്തരിച്ച വളർമതി എന്ന വ്യക്തി ഏത് നിലയിലാണ് പ്രശസ്തി നേടിയത്? ശാസ്ത്രജ്ഞയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലവിൽ വരുന്ന സ്ഥലം? ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലവിൽ വരുന്ന സ്ഥലം ബംഗളൂരു ആണ്. ബംഗളൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലവിൽ വരുന്നത്. ആരുടെ ആത്മകഥയാണ് മെമ്മയേഴ്സ് ഓഫ് എ മാവറിക്? മെമ്മയേഴ്സ് ഓഫ് എ മാവറിക് ആരുടെ ആത്മകഥയാണ് എന്നാണ് ചോദ്യം. മണിശങ്കർ അയ്യറിൻ്റെയാണ്. മണിശങ്കർ അയ്യറിൻ്റെ ആത്മകഥയാണ് മെമ്മയേഴ്സ് ഓഫ് എ മാവറിക്. വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ ഹിജാബ് ധരിച്ച ആദ്യ താരമായ നൗഹൈല ബെൻസിന ഏത് രാജ്യക്കാരിയാണ്? നൗഹൈല ബെൻസിന ഏത് രാജ്യക്കാരിയാണ്? മൊറോക്കോക്കാരിയാണ്. വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യമായിട്ട് ഹിജാബ് ധരിച്ചെത്തിയ താരമാണ് നൗഹൈല ബെൻസിന. മൊറോക്കോ ആണ് രാജ്യം. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്തിലാണ്? വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്തിലാണ് എന്നാണ് ചോദ്യം. മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലാണ് വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത്. ശങ്കരാചാര്യരുടെ ഏകാത്മകതാ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം? ശങ്കരാചാര്യരുടെ ഏകാത്മകതാ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലാണ് ശങ്കരാചാര്യരുടെ ഏകാത്മകതാ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ലോഗോയിൽ കാണുന്ന മൃഗം? കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ലോഗോയിൽ കാണുന്ന മൃഗം കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലിയാണ്. കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ലോഗോയിൽ കാണാൻ കഴിയുന്നത്. 2023 ആസിയാൻ ഉച്ചകോടിയുടെ വേദി? 2023 ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയാണ് 2023 ആസിയാൻ ഉച്ചകോടിയുടെ വേദി. 2023 US ഓപ്പണിൽ വനിതാ വിഭാഗം ജേതാവായ കൊക്കോ ഗോഫ് ഏത് രാജ്യക്കാരിയാണ്? 2023 US ഓപ്പൺ വനിതാ വിഭാഗം ജേതാവാരാണ്? കൊക്കോ ഗോഫ് ആണ്. അവർ ഏത് രാജ്യക്കാരിയാണ് എന്നതാണ് ചോദ്യം. USA കാരിയാണ്. USA കാരിയാണ് കൊക്കോ ഗോഫ്. കൊക്കോ ഗോഫ് 2023 US ഓപ്പൺ വനിതാ വിഭാഗം ജേതാവാണ്. 2023 അന്തരിച്ച ജിയോർജിയോ നെപ്പോളിറ്റാനോ ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡൻ്റാണ്? ജിയോർജിയോ നെപ്പോളിറ്റാനോ ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡൻ്റാണ് എന്നതാണ് ചോദ്യം. ഇറ്റലിയാണ്. ഇറ്റലി പ്രസിഡൻ്റായിരുന്നു ജിയോർജിയോ നെപ്പോളിറ്റാനോ. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം? ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ദേശീയ ഹരിത ട്രിബ്യൂണലാണ്. ദേശീയ ഹരിത ട്രിബ്യൂണലാണ് കൊച്ചി കോർപ്പറേഷൻ 100 കോടി രൂപ പിഴ ചുമത്തിയത്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിലാണ് കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ ദേശീയ ഹരിത ട്രിബ്യൂണൽ പിഴ ചുമത്തുന്നത്. 2023 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹൊയ്സാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഹൊയ്സാല ക്ഷേത്രങ്ങൾ എവിടെയാണ് എന്നാണ് ചോദ്യം. കർണാടകയിലാണ്. ഹൊയ്സാല ക്ഷേത്രങ്ങൾ 2023 യുനെസ്കോ പട്ടികയിൽ ഇടം നേടി. ഇത് എവിടെയാണ്? ഹൊയ്സാല ക്ഷേത്രങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ്. 2023 ഡ്യൂറൻഡ് കപ്പ് ഫുട്ബോൾ ഫൈനലിന് വേദിയായത്? 2023 ഡ്യൂറൻഡ് കപ്പ് ഫുട്ബോൾ ഫൈനലിന് വേദിയായത് കൊൽക്കത്തയാണ്. ഡ്യൂറൻഡ് കപ്പ്. ഡ്യൂറൻഡ് കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2023 ഡ്യൂറൻഡ് കപ്പ് ഫുട്ബോൾ ഫൈനലിന് വേദിയായത് കൊൽക്കത്തയാണ്. ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം? ധ്വനിപ്രയാണം എന്നത് ആരുടെ ആത്മകഥയാണ്? എം ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം. എം ലീലാവതിയുടെ
ആത്മകഥയാണ് ധ്വനിപ്രയാണം. ധ്വനിപ്രയാണം ആരുടെ ആത്മകഥയാണ്? എം ലീലാവതിയുടെ ആത്മകഥയാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത്? ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത്? 75 രൂപ നാണയമാണ്. 75 രൂപ നാണയമാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയത്. ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ പുരുഷ താരം. ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ പുരുഷ താരമാണ് ലിയാൻഡർ പേസ്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാന്റിലിവർ ചില്ലുപാലം എവിടെയാണ് നിലവിൽ വന്നത്? രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാന്റിലിവർ ചില്ലുപാലം എവിടെയാണ് നിലവിൽ വന്നത്? വാഗമണ്ണാണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാന്റിലിവർ ചില്ലുപാലം നിലവിൽ വന്നത്. 7ാമത് ഇൻ്റർനാഷണൽ സ്പൈസസ് കോൺഫറൻസിന് വേദിയായത്. 7ാമത് ഇൻ്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് വേദിയായത് ന്യൂഡൽഹിയാണ്. 7ാമത് ഇൻ്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് വേദിയായത്. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച സ്ഥലം ഏത്? കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച സ്ഥലം ഏത്? പുന്നപ്രയാണ്. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച സ്ഥലം പുന്നപ്രയാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടിയ താരം. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടിയ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടുന്ന താരം. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എല്ലാവർക്കും അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താഞ്ഞതാണ്. അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 2023 G20 ഉച്ചകോടി നടന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയായിരുന്നു വേദി. ഇനി G20 നടക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? അടുത്ത G20 ഉച്ചകോടിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം ഏതാണ് എന്നതാണ് ചോദ്യം. ആൻസർ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.